നമസ്കാരം. തകർന്ന് തരിപ്പണമാക്കാൻ ഒരുങ്ങുകയാണ് തൃണമൂൽ കോൺഗ്രസ്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണത്തിന് പിന്നാലെ പാർട്ടി പിളർപ്പിലേക്കെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിലുണ്ടായ കൊഴിഞ്ഞുപോക്ക് വ്യാപകമായി തുടരുകയാണ്. ഇതിനിടെ 2 MLA-മാരെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. MLA-മാരായ സന്ദീപൻ സാഹ, ഋതപത്ര ബാനർജി എന്നിവരെയാണ് പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയതായി നേതൃത്വം വ്യക്തമാക്കിയത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടി. പാർട്ടി ഒപ്പുകൾ മോഷ്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസ് കടുത്ത നടപടിയിലേക്ക് കടന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ശോഭൻ ദേവ് ചത്തോപാധ്യായെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഔദ്യോഗിക കത്തിൽ സ്വന്തം ജനപ്രതിനിധികളുടെ ഒപ്പുകൾ തൃണമൂൽ കോൺഗ്രസ് വ്യാജമായി രേഖപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നടത്തിയ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പുറത്താക്കൽ. ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ യോഗം പാളിപ്പോയിരുന്നു. ഭൂരിപക്ഷം MLA-മാരും എത്തതിനെ തുടർന്നാണ് യോഗം റദ്ദാക്കിയത്. ഇതിന് പിന്നാലെയാണ് 2 MLA-മാർക്കെതിരായ നടപടി ഉണ്ടാകുന്നത്. ഈ സംഭവങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം TMC-യിലെ നേതാക്കൾ BJP-യെ ഇതിനോടകം ബന്ധപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി പര്യടനം തുടരുന്ന മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് വിവരം. എന്തായാലും പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മമതാ ബാനർജി ക്യാമ്പ് കടുത്ത ആശങ്കയിൽ നിലകൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മമതാ ബാനർജിയുടെ കാളിഘട്ട് വസതിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് വെറും 20 പേർ മാത്രമാണ്. 80 MLA-മാരിൽ 60ഓളം MLA-മാർ എത്താതിരുന്നതിനാൽ ഒടുവിൽ യോഗം റദ്ദാക്കേണ്ടി വന്നു. മമത വിളിച്ച MLA-മാരുടെ യോഗത്തിൽ ഭൂരിപക്ഷവും പങ്കെടുക്കാത്തതിൽ നേതൃത്വത്തിന് കടുത്ത ആശങ്കയുണ്ട്. MLA-മാർ പലരും പ്രതിഷേധ സ്ഥലങ്ങളിലാണ് എന്നാണ് ന്യായീകരണം. അഭിഷേക് ബാനർജി അടക്കം MLA-മാരുമായി സംസാരിക്കുന്നുണ്ട്. അതേസമയം തൃണമൂലിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുവെന്ന് BJP പരിഹസിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ തൃണമൂൽ കോൺഗ്രസിലെ തമ്മിലടി മൂക്കുകയാണ്. പ്രാദേശിക നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ നേതാക്കൾ പരസ്യമായി തമ്മിലടി തുടങ്ങിയതോടെ മമതാ ബാനർജിക്കും അഭിഷേക് ബാനർജിക്കും കടുത്ത പ്രതിസന്ധിയായി. പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചിട്ടും ഇരുവരും ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നും പാർട്ടി താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നുമാണ് പാർട്ടി വൈസ് പ്രസിഡന്റ് ചന്ദ്രിമ ഭട്ടാചാര്യ ഒപ്പുവെച്ച പുറത്താക്കൽ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ നിയമസഭയിൽ സമർപ്പിച്ച MLA-മാരുടെ പട്ടികയിൽ വ്യാജ ഒപ്പുകൾ ചേർത്തതിന് പിന്നിൽ പാർട്ടി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ആണെന്നും അദ്ദേഹത്തിൻ്റെ വലിയ വീഴ്ചയാണ് ഇതിന് കാരണമായിട്ടുള്ളതെന്നും പുറത്താക്കപ്പെട്ട സന്ദീപൻ സാഹ തുറന്നടിച്ചു. കേസിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ CAD അഭിഷേക് ബാനർജിക്ക് സമൻസ് അയച്ചിരുന്നുവെങ്കിലും അയാൾ ഇന്ന് ഹാജരായിട്ടില്ല. പാർട്ടി നേതൃത്വം വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് MLA-മാരെ പുറത്താക്കിയെന്നതാണ് പുറത്താക്കൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്തതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ചന്ദ്രിമ ഭട്ടാചാര്യ ഒപ്പിട്ട കത്തിൽ കൂട്ടിച്ചേർക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്കെതിരെയും പാർട്ടി MP കല്യാൺ ബാനർജിക്കെതിരെയും ഉണ്ടായ ആക്രമണങ്ങൾക്കിടെയാണ് ഞായറാഴ്ച തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ യോഗം വിളിച്ചിരുന്നത്. 80 MLA-മാരിൽ യോഗത്തിനെത്തിയത് കേവലം 20 പേർ മാത്രമായിരുന്നു. എന്നാൽ യോഗം മുൻകൂട്ടി നിശ്ചയിച്ചതായിരുന്നു എന്നും MLA-മാർ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയതിനാലാണ് യോഗത്തിന് എത്താതിരുന്നത് എന്നാണ് പാർട്ടി വിശദീകരണം. എന്നാൽ രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ പ്രാദേശിക തലങ്ങളിൽ സംഘടിപ്പിക്കുന്നതിൽ പല MLA-മാരും തിരക്കിലായതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നാണ് നേതൃത്വം പറയുന്നത്. ശനിയാഴ്ച അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണത്തിനും തൊട്ടടുത്ത ദിവസം പാർട്ടി MP കല്യാൺ ബാനർജിക്ക് നേരെ നടന്നതായി പറയപ്പെടുന്ന കയ്യേറ്റത്തിനും പിന്നാലെ പ്രാദേശിക തലങ്ങളിലുണ്ടായ സാഹചര്യങ്ങൾ കാരണമാണ് പല ജനപ്രതിനിധികൾക്കും യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് വക്താവ് കുനാൽ ഘോഷ് പറഞ്ഞു. യോഗം നടക്കാനിരുന്ന മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാളിഘട്ട് വസതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് കുനാൽ ഘോഷ് പ്രതികരിച്ചത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പ്രതിഷേധം ശക്തമാക്കാൻ പാർട്ടി തീരുമാനിച്ചതായി കുനാൽ ഘോഷ് അറിയിക്കുന്നു. തിങ്കളാഴ്ച ബ്ലോക്ക് തലത്തിലും വാർഡ് തലത്തിലും റാലികൾ നടത്തുമെന്നും തുടർന്ന് ചൊവ്വാഴ്ച സെൻട്രൽ കൊൽക്കത്തയിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു ദിവസം മുഴുവൻ കുത്തിരിപ്പ് സമരം നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. യോഗം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നെങ്കിലും പാർട്ടി നേതാക്കൾക്കെതിരായ ആക്രമണങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ MLA-മാരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പ്രേരിപ്പിച്ചതായി ഘോഷ് പറയുന്നു. തുടർന്ന് TMC പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചുവെന്നും പങ്കെടുക്കാൻ കഴിയാത്ത നിരവധി നിയമസഭാംഗങ്ങൾ പ്രാദേശികമായി സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിലും അറസ്റ്റിലായ പ്രവർത്തകരെ സഹായിക്കുന്നതിലും വ്യാപൃതരാണെന്നും അദ്ദേഹം പറയുന്നു. യോഗം പിന്നീട് നടത്തുമെന്നും പുതുക്കിയ വിശദാംശങ്ങൾ എല്ലാ MLA-മാരെയും അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാലയളവിൽ പാർട്ടിയിലെ എല്ലാ നിയമസഭാംഗങ്ങളും സംഘടനയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് അറിയിച്ചതായി ഘോഷ് കൂട്ടിച്ചേർത്തു.
ഹാജർ കുറവാണെങ്കിലും മമതാ ബാനർജി അവിടെ ഉണ്ടായിരുന്നവരുമായി അനൗപചാരിക ചർച്ചകൾ നടത്തിയതായും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. നിയമസഭാ പാർട്ടി യോഗം റദ്ദാക്കിയതും കാളിക്കട്ടിൽ നടന്ന അനൗദ്യോഗിക ചർച്ചകളും പുതിയ ഘട്ട പ്രതിഷേധങ്ങളുടെ പ്രഖ്യാപനവും തങ്ങളുടെ നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്കും പ്രവർത്തകർക്കെതിരെയുള്ള നടപടികൾക്കുമുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതികരണമായി മാറുകയാണ്. അടുത്ത 2 ദിവസങ്ങളിൽ തങ്ങളുടെ സമരം തെരുവുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് TMC ലക്ഷ്യമിടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയവും അതിനു പിന്നാലെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകളും TMCയെ കടുത്ത സമ്മർദ്ദത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ മുതിർന്ന നേതാക്കളടക്കം പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. കേസിൽ അറസ്റ്റിലായ പല പ്രതികൾക്കും സോനാർപൂരിലെ മുൻ തൃണമൂൽ MLA ലവ്ലി മൈത്രയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ ആക്രമണത്തിന് പിന്നിൽ BJP ആണെന്നുള്ള മമതയുടെ ഇരവാദം അമ്പേ പൊളിഞ്ഞിരിക്കുകയാണ്. അഭിഷേക് ബാനർജിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാവുന്ന തപൻ മൈത്രി, ആകാശ് ഗയാൻ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. നിലവിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. അറസ്റ്റിലായ തപൻ മൈത്രി, നിർമാല്യ സെൻഗുപ്ത എന്നിവർ മുൻ MLA ലവ്ലി മൈത്രിയുടെ വിശ്വസ്തരായിരുന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് പുറമെ കേസിൽ പിടിയിലായ കാജൽ ദാസ്, ദേശാഭിഷ് ദത്ത എന്നിവരും ഈ മുൻ MLAയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ്. ഇതോടെ ഈ സംഭവം വെറുമൊരു ഒറ്റപ്പെട്ട ആക്രമണമോ അതോ പാർട്ടിയുടെ ആഭ്യന്തര തർക്കങ്ങളുടെ പ്രതിഫലനമാണോ എന്ന ചോദ്യമാണ് വരുന്നത്. കേസിൽ അറസ്റ്റിലായ ആകാശ് ഗയാൻ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനാണ്. അഭിഷേക് ബാനർജി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ മറ്റൊരു പ്രധാന പ്രതിയാണ് ജോയ് സെൻഗുപ്ത. തൃണമൂൽ കോൺഗ്രസുമായി ദീർഘകാലത്തെ ബന്ധമുള്ള ഒരു പ്രാദേശിക നേതാവായിരുന്നു ഇയാൾ. 98 മുതൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് ജോയ് എന്നും പ്രദേശത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിലും അദ്ദേഹം പാർട്ടിയോട് വിശ്വസ്തത പുലർത്തിയിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ അക്രമങ്ങളിൽ ഇരയായവരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനായാണ് അഭിഷേക് ബാനർജി തെക്കൻ 24 പർഗനാസിലെ സോനാർപൂരിൽ എത്തിയത്. ഈ സന്ദർശനത്തിനിടെയാണ് ഒരു കൂട്ടം ആളുകൾ ഇയാളെ തടഞ്ഞു നിർത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ഈ സംഭവം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ആക്രമണം നടന്ന ഉടൻ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ പാർട്ടികളും കടുത്ത പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഇന്നലെ ബരാസത്ത് MPയും TMC വനിതാ വിഭാഗം ദേശീയ അധ്യക്ഷയുമായിരുന്ന കക്കോലി ഘോഷ് ദസ്തിദാർ, ശ്രീറാംപൂർ MPയും മുതിർന്ന നേതാവുമായ കല്യാൺ ബാനർജിക്കെതിരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകിയിരുന്നു. പാർലമെന്റിനകത്ത് നിരന്തരം കല്യാൺ ബാനർജി വനിതാ നേതാക്കളെ അപമാനിച്ചു എന്നാണ് പരാതിയിലുള്ളത്. ലോക്സഭാ വിപ്പ് സ്ഥാനത്ത് നിന്നും കക്കോലിയെ മാറ്റി കല്യാൺ ബാനർജിയെ നിയമിച്ചതിന് പിന്നാലെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആരുടെയോ പ്രേരണയാലാണ് പരാതിയെന്നാണ് കല്യാൺ ബാനർജി തിരിച്ചടിച്ചത്. കല്യാൺ ബാനർജിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും കക്കോലി പറഞ്ഞു. കക്കോലിക്ക് പിന്നാലെ ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്നും രാജിവെച്ച മുൻ MP ശന്തനു സെന്നും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച TMCയെ ബംഗാളിലെ ജനം തള്ളിക്കളഞ്ഞെന്ന് തുറന്നടിച്ചു. മറ്റൊരു വക്താവ് വിശ്വജിത് ദേബ് പാർട്ടി ഛിന്നഭിന്നമാക്കാൻ അധിക സമയം വേണ്ടെന്നും ഇത്രയും അഴിമതി നടന്നിട്ടും മമതയും അഭിഷേകും അറിഞ്ഞില്ലെന്ന് കരുതാനാകില്ലെന്നും പറയുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.